നമ്മൾ ശാപത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം വേറെയായിരുന്നു. വേറൊരു പ്ലാറ്റ്ഫോമിൽ കിടക്കുക. അത് തകർച്ചയുടെ പ്ലാറ്റ്ഫോം, ഫലമില്ലാത്ത പ്ലാറ്റ്ഫോം, നന്മ വരാത്ത പ്ലാറ്റ്ഫോം, ഉയർച്ച വരാത്ത പ്ലാറ്റ്ഫോം, സ്ഥിരത ഇല്ലാത്ത പ്ലാറ്റ്ഫോം. എന്നാൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ എടുത്ത് എങ്ങോട്ട് കൊണ്ട് നിർത്തി? അനുഗ്രഹത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തി. ഇവന്റെ മേൽ ദൈവത്തിന്റെ കൃപ വന്നു, ഇവന്റെ മേൽ ദൈവത്തിന്റെ സന്തോഷം വന്നു, ഇവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വന്നു, ഇവന്റെ മേൽ ദൈവത്തിന്റെ കരുണ വന്നു, ഇവന്റെ മേൽ ദൈവത്തിന്റെ മനസ്സലിവ് വന്നു, ഇവന്റെ മേൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നു. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കൊച്ചി എയർപോർട്ടിന്റെ അടുത്ത് 2 ഫ്ലാറ്റ്, തിരുവനന്തപുരം എയർപോർട്ടിനോട് 3 ഫ്ലാറ്റ്. നോ, അതല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം, വേദപുസ്തകം പറയുന്ന ഒറിജിനൽ മീനിങ് ഓഫ് അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹിക്കപ്പെട്ടവർ, അവരാണ് അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ മനുഷ്യൻ എന്നാ പറയും? മനുഷ്യൻ പറയുന്നത് തിരിച്ചാ. പക്ഷെ വേദപുസ്തകം പറയുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അപ്രൂവൽ ലഭിക്കുക. ദൈവം ഒരുത്തരോട് അങ്ങ് ഇഷ്ടം തോന്നി, അതാണ് അനുഗ്രഹം.